ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡും മുട്ടയും വെച്ചുണ്ടാക്കാവുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ചെറിയ 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാൻഡ്വിച്ചിൻ്റെ ഒക്കെ സൈസ് ബ്രെഡാണെങ്കിൽ 2ഓ 3ഓ ഒക്കെ മതിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ബ്രെഡ് എടുക്കാവുന്നതാണ്. ആ ബ്രെഡ് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നോർമൽ ടെമ്പറേച്ചറിലെ വെള്ളം, അതായത് പച്ചവെള്ളം അതിൻ്റെ മേലിലോട്ട് ഞാൻ ഒഴിക്കുകയാണ്. ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഒഴിക്കുന്നത് കേട്ടോ. ആ വെള്ളം ഒഴിച്ചതിന് ശേഷം അപ്പോൾ തന്നെ അധികം ടൈമൊന്നും വെക്കണ്ട, വെള്ളം ഒഴിച്ച് അപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് നന്നായി ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി വേണേലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അത് 2 ടേബിൾ സ്പൂൺ ചേർക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. പിന്നെ നമുക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ ഞാൻ 4 ബ്രെഡിന് 3 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 മുട്ട വേണേലും ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് ബ്രെഡിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ച് മുട്ടയുടെ അളവും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണേലും അത് ചേർക്കാവുന്നതാണ്. അത് ഞാനൊരു ഗ്രേറ്റർ ഉപയോഗിച്ചൊന്ന് നന്നായിട്ടത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ പുഴുങ്ങി മുട്ടയാകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. പൊടിച്ചെടുക്കുന്നതൊക്കെ സൗകര്യം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാമെങ്കിൽ നന്നായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ മുട്ടയെല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗരം മസാല ഒരു 1.5 ടീസ്പൂണോളം ചേർക്കുകയാണ്. പിന്നെ അല്പം എരിവിന് വേണ്ടി മുളക് പൊടി ചേർക്കണം. പകരം നിങ്ങൾക്ക് കുരുമുളക് പൊടിയോ പച്ചമുളക് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചെറിയൊരു സവാളയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി നിങ്ങൾക്ക് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മസാലയും കോൺഫ്ലവറും മുട്ടയും ഉള്ളിയെല്ലാം എല്ലായിടത്തേക്കും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ ആ ബ്രെഡ് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്തേക്കുന്നുണ്ട് നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റും. അതിലുള്ള വെള്ളത്തിൻ്റെ അളവ് ഉള്ളതുകൊണ്ടും അത് മതിയാവും കേട്ടോ. പിന്നെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ നിങ്ങൾ ബ്രെഡ് പിഴിഞ്ഞിട്ട് ശരിക്കും വെള്ളം പോയില്ലെങ്കിൽ ഇപ്പോൾ കുഴയ്ക്കുമ്പം ഒത്തിരി ലൂസായിട്ട് വരും. അങ്ങനെ ലൂസായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഒന്നുകിൽ ബ്രെഡ് ചേർക്കാം, ഇല്ലെങ്കിൽ അരിപ്പൊടിയോ കോൺഫ്ലവറോ ചേർത്തൊന്ന് ടൈറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാനിത് കുഴച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. എന്നിട്ട് കയ്യിൽ അല്പം ഓയിലോ വെള്ളമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട്ലൈറ്റിൻ്റെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ നമുക്കിതൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ കട്ട്ലൈറ്റിൻ്റെ ഒക്കെ ഏകദേശം ആ ഒരു സർക്കിൾ ഷേപ്പിലാണിത് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചിരിക്കുന്ന എണ്ണ നന്നായി ചൂടായി കഴിയുമ്പം നമുക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ ഷേപ്സ് ഇതിനകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അത്യാവശ്യം ചെറിയ ഷേപ്പ് ആയതുകൊണ്ട് എനിക്ക് ഒരു 6 ഒരുമിച്ച് ഇടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ബ്രെഡൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് മൂത്ത് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മീഡിയം ടു ലോ ഹീറ്റിൽ വേണം ഈ സ്നാക്സ് ഉണ്ടാക്കാൻ കേട്ടോ. ബ്രെഡിൻ്റെ അതും പിന്നെ ഒരു മധുരത്തിൻ്റെ ഫ്ലേവറും കൂടെ ഉള്ള ബ്രെഡാണെങ്കിൽ പെട്ടെന്ന് ഇത് മുരിഞ്ഞ് വരും. പക്ഷേ അകം സമയത്തൊന്നും കുക്കാകില്ല. നമ്മൾ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ ഒക്കെ ഇടുന്നതുകൊണ്ട് അകം ഒന്ന് സ്റ്റീം ചെയ്ത് വരണം. അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടാമെങ്കിൽ നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആ നിറമാകുമ്പോഴേക്കും പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, അകമേ നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിരിക്കും. നമ്മളിട്ടിരിക്കുന്ന അരിപ്പൊടിയും എല്ലാം ഒന്ന് കുക്ക് ചെയ്ത് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഒരു സൈഡ് ആയി കഴിയുമ്പോൾ ഒന്ന് തിരിച്ച് മറിച്ച് വിടുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ നന്നായിട്ട് ഓയിൽ ഒഴിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാൻ അല്പം എണ്ണ കുറച്ചിട്ടേക്കണം. അപ്പോൾ ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് അപ്പോൾ ഒരു സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ കോരി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമുക്കിതൊന്ന് കോരി എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം.
വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒപ്പമോ നിങ്ങൾക്ക് ഇത് വേറെ ഏതെങ്കിലും ചട്നിയുടെ കൂടെ എങ്ങനെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ലൊരു ടീ സ്നാക്സ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ മക്കൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.